ഹായ് ഗൈസ്, അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാനൊരു വ്ളോഗായിട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ് 2 ദിവസം കഴിഞ്ഞാൽ. സോ ഞാൻ എന്തെങ്കിലും കൊടുക്കണം. ഞാൻ എല്ലാ പ്രാവശ്യവും ഏട്ടൻ്റെ എല്ലാ ബർത്ത്ഡേക്കും എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കാറുണ്ട്. സാധാരണ 12 മണിയാകുമ്പോൾ തന്നെ സർപ്രൈസ് കൊടുക്കാറാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷെ ഞാൻ ഇപ്രാവശ്യം ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ വിചാരിക്കുന്നു. കാരണം ഏട്ടൻ പ്രതീക്ഷിക്കും, എന്തായാലും എക്സ്പെക്ട് ചെയ്യും. കാരണം ഞാൻ കഴിഞ്ഞ 2 പ്രാവശ്യവും, ഇത് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ഏട്ടൻ്റെ 3ാമത്തെ ബർത്ത്ഡേ ആണ്. സോ കഴിഞ്ഞ 2 പ്രാവശ്യവും ഞാൻ 12 മണിയാകുമ്പോൾ തന്നെ സർപ്രൈസസ് കൊടുത്തിട്ടുള്ളതാണ്. സോ ഇപ്രാവശ്യം എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുള്ളത് എനിക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ ഞാനിപ്പോൾ ഇപ്രാവശ്യം എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, ഇപ്രാവശ്യം ഞാൻ വിഷ് ചെയ്യുന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. സോ ഞാൻ ഇപ്രാവശ്യം എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഇപ്രാവശ്യം 26ാമത്തെ ബർത്ത്ഡേ ആണ് ഏട്ടൻ്റെ. സോ എനിക്ക് 26 ഐറ്റംസ് ഓഫ് ഫുഡ് കൊടുക്കണമെന്നുണ്ട്. എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നടക്കുമെന്ന് അറിയില്ല, കാരണം എനിക്ക് എൻ്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ട്. സോ നടക്കുമെന്ന് അറിയില്ല, കാരണം ആ ഒരു നേരമാകുമ്പോഴത്തേനും എല്ലാം കൂടെ ആവുമെന്ന് അറിയില്ല. പക്ഷെ മാക്സിമം ഞാൻ നേരത്തെ എഴുന്നേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊന്നും തലേന്നൊന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് വിഷ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട്. സോ അവൾ വരുമ്പം കേക്കും കൊണ്ടുവരും എന്നാണ് പറയണത്. സോ അവളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ഉച്ചയാകുമ്പോഴത്തേനും ഞാൻ വരാൻ പറഞ്ഞേക്കുന്നത്. സോ ഫുഡ് കഴിക്കാനാകുമ്പോഴത്തേനും വന്നാൽ മതി. അവൾ വരുന്ന കാര്യം ഞാൻ ഏട്ടനോട് പറയണമെന്നില്ല. സോ അവൾ വരുമ്പം കേക്കും കൊണ്ടുവരും, എന്നിട്ട് ജസ്റ്റ് കട്ടിങ്. അപ്പോൾ മാത്രമേ, ഞാൻ ഫണ്ടില്ലാത്തതുകൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ, ഗിഫ്റ്റും കാര്യങ്ങളൊന്നും ഇപ്രാവശ്യമില്ല, നെക്സ്റ്റ് ടൈം നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നോക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നൈറ്റ് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അമ്മയൊക്കെ. സോ പുറത്ത് പോയി ഫുഡ് കഴിച്ച് വരും. അപ്പോൾ എന്തായാലും ഏട്ടന് ചെറിയൊരു ഇതുണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം എല്ലാ പ്രാവശ്യം ഞാൻ കൊടുക്കണം, ഏട്ടന് എൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടണം അങ്ങനെയല്ല. കാരണം നമ്മൾ എല്ലാ പ്രാവശ്യം ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പം ഇപ്രാവശ്യം പെട്ടെന്ന് ഞാൻ ഈ ഒരു പ്രാവശ്യം ഒന്നും ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ ഒരു ചെറിയൊരു വിഷമം ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. വിഷമിപ്പിക്കാനല്ല, പക്ഷെ ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് ഉച്ചയ്ക്ക്. സോ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് രാത്രി വരുമ്പം ഞാൻ അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ ഗിഫ്റ്റ് എല്ലാം സെറ്റാക്കി വെക്കണമെന്നാണ് വിചാരിക്കുന്നത്. സോ നൈറ്റ് വന്നതിന് ശേഷം ഗിഫ്റ്റ് കൊടുക്കാം എന്നാണ് ഇതുവരെയുള്ള എൻ്റെ പ്ലാനിങ്. അങ്ങനെയാണ്. ഇനിയിപ്പോൾ വീട്ടിൽ പോയതിന് ശേഷം എന്താവുന്നൊന്നും എനിക്ക് അറിയത്തില്ല. സോ ഞാൻ ഈ ഒരു വ്ളോഗായിട്ട് വന്നത് തന്നെ ഒരു ബർത്ത്ഡേ വ്ളോഗായിട്ടാണ്. സോ ഞാൻ ഗിഫ്റ്റ് ഒന്നും പാക്ക് ചെയ്തിട്ടില്ല. സോ ഗിഫ്റ്റ് പാക്കിങ് ഉൾപ്പെടെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വ്ളോഗ് എടുത്ത് വന്നത് തന്നെ. സോ ഗിഫ്റ്റ് പാക്ക് ചെയ്യണം. പിന്നെ ഞാൻ വെനസ്ഡേ ആണ്, ബുധനാഴ്ചയാണ് എൻ്റെ ബർത്ത്ഡേ. സോ ഞാനിവിടുന്ന് ചൊവ്വാഴ്ച നാട്ടിൽ പോവും. സോ ഗിഫ്റ്റ് എങ്ങനെ ഞാൻ കൊണ്ടുപോകുന്ന ഇപ്പം എൻ്റെ തലേനകത്ത് ഒരു പ്ലാനും ഇല്ല. കാരണം ഞാൻ പോകുമ്പം ചിലപ്പം ഏട്ടൻ വീട്ടിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞാനത് എങ്ങനെ കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ അവളെ തന്നെ ഏൽപ്പിക്കുക, അവൾ വരുമ്പം എങ്ങനെയും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കാണാതെ വെക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എങ്ങനെയൊന്നും എനിക്കറിയില്ല, ഞാൻ ഇപ്പം നോക്കണം. സോ ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഗിഫ്റ്റ് റാപ്പിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാനാണ്. പിന്നെ ബർത്ത്ഡേ വ്ളോഗ് മിക്കവാറും ഞാനിത് ചിലപ്പോൾ 2 വ്ളോഗാക്കി ഇടുമെന്ന് എനിക്കറിയില്ല. ഈ ഗിഫ്റ്റ് റാപ്പിംഗ് മാത്രമാവോ അതോ ചിലപ്പോൾ ബർത്ത്ഡേ വ്ളോഗ് ഒന്നിച്ചാവുമെന്ന് എനിക്കറിയില്ല. മിക്കവാറും ഒന്നിച്ചായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളത് ഒരു 12 സാധനങ്ങളാട്ടോ. ഗിഫ്റ്റ് എന്ന് പറയാൻ 12 ഐറ്റംസാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഒന്നൊരു ഫ്രെയിമാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഊട്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഊട്ടി പോയപ്പം എടുത്ത ഫോട്ടോസ് കുറച്ചുണ്ട്. അപ്പോൾ ഞങ്ങളത് ചുമരുമ വെക്കാൻ വേണ്ടിയിട്ട് ഫ്രെയിം ചെയ്യിപ്പിക്കണമെന്ന് കുറേ പറയുന്നു, പക്ഷേ ഇതുവരെ ചെയ്യിപ്പിച്ചിട്ടില്ല. സോ ഞാൻ ഇത് ഫ്രെയിം ആക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരെണ്ണം ഇതാണ്. പിന്നെ ഞാനൊരു KTMൻ്റെ ഒരു കീച്ചെയിൻ മേടിച്ചു. ഒരു കീച്ചെയിൻ മേടിച്ചു വണ്ടിക്ക് വേണ്ടിയിട്ട്, ബൈക്കിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു ഡ്രസ്സ് മേടിച്ചു. ഡ്രസ്സ് മീൻസ് ഒരു ഷർട്ട് ഉണ്ട്. പിന്നെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. പിന്നെ ഒരു സൺസ്ക്രീൻ ഉണ്ട്. പിന്നെ ബെല്ല വിറ്റയുടെ കോംബോ പെർഫ്യൂം ഉണ്ട്. പിന്നെ ഒരു വാച്ച്. പിന്നെ RC കാറുണ്ട്. പിന്നെ ഇതെന്താ, പിന്നെ ഇതൊരു വൈറ്റ് ഹെഡ്സിൻ്റെയും ബ്ലാക്ക് ഹെഡ്സിൻ്റെയും ഒരു പീൽ ഓഫ് മാസ്ക്, റിമൂവ് ചെയ്യുന്ന ഒരു പീൽ ഓഫ് മാസ്ക്. ഇത്രയുള്ളൂ തോന്നുന്നു. എന്തായാലും 12 ഐറ്റംസാണ് മേടിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പാക്കിങ് തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് ഒരു ഷർട്ട് ഉണ്ട്.
ഷർട്ട് ഇത് നമുക്ക് പൊതിയാം. ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പൊതിയാനൊന്നും അറിയില്ല, നല്ല വൃത്തിയിലും എനിക്കൊന്നും അറിയില്ല. നമുക്കിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുക. സത്യമാണ് എനിക്കറിയില്ല കേട്ടോ, ഇത് വൃത്തിക്കൊന്ന് പൊതിയാൻ നോക്കട്ടെ. നമുക്ക് കഴിയുന്ന പോലെ നമുക്ക് ചെയ്യാം. മാക്സിമം നമുക്ക് ഭംഗിയാക്കണമല്ലോ. നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? അങ്ങനെ നമ്മുടെ ഫസ്റ്റ് റാപ്പ് കഴിഞ്ഞു. ആക്ച്വലി എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. അതായത് ഇത് ഇത്രയ്ക്ക് ട്രാൻസ്പെറൻ്റ് ആയി പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാരില്ല, ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിപ്പോയി. അതുപോലെ തന്നെ റിബണും പിന്നെ ആക്ച്വലി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാൻ അങ്ങനെ മേടിച്ചതാണ്. റാപ്പും അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു, അങ്ങനെ മേടിച്ചത്. പക്ഷെ എത്ര ട്രാൻസ്പെറൻറ്റ്, ഇത് ഫോട്ടോയിൽ കാണുന്നത് എത്രത്തോളം നിങ്ങൾക്ക് ഇതിൻ്റെ മാച്ചിങ് മനസ്സിലാവേണ്ട എനിക്ക് അറിയുന്നില്ല. സാധനം കാണാൻ രസമൊക്കെ ഉണ്ട്, പക്ഷേ ട്രാൻസ്പെറൻ്റ് ആയിപ്പോയി. ഈ ഉള്ളിലുള്ള പെട്ടിയൊക്കെ കാണുന്നു, കണ്ടില്ലേ, കളറൊക്കെ കാണുന്നു. സാരല്ലേ. പറയുമ്പോൾ ഞാൻ 2 ലെയർ ഇട്ടു. ഒരു ലെയർ ഇട്ടപ്പോൾ നന്നായിട്ട് കാണാം, അപ്പോൾ 2 ലെയർ ഇട്ടു. 2 ലെയർ ഇട്ടിട്ടും കാണാം. 3ാമത്തെ ലെയർ ഇട്ടാൽ ചിലപ്പോൾ ഇനി എനിക്ക് എല്ലാവർക്കും തികഞ്ഞില്ലെങ്കിലും, അപ്പോൾ എല്ലാം പൊതി കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ചെയ്യാമെന്ന് കരുതി. എനിക്കിതിൻ്റെ കോലം കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടത് എനിക്കിതായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല, എനിക്കിതൊന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാ. ഞാൻ എന്തൊക്കെയോ കാട്ടി വെച്ചിട്ടുണ്ട്, കാണാൻ കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി നമുക്ക് ഫ്രെയിം പൊതിയാം. ഇനിയിപ്പോൾ എനിക്ക് എന്താ ഒരു ഇതെന്നറിയോ, ഇനിയിപ്പോൾ ഇത് പൊതിയുമ്പം എന്തായാലും ഫോട്ടോ കാണില്ലേ, ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട്. സോ ഞാൻ ഫ്രണ്ടിലും ബാക്കിലും എന്തെങ്കിലും പേപ്പറോ എന്തെങ്കിലും വെക്കാമെന്ന് കരുതുകയാണ്. അല്ലാതെ ബോക്സ് ഇല്ല. സോ നമുക്ക് എന്തെങ്കിലും പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് പൊതിയാം. അങ്ങനെ നമ്മുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ബെല്ല വിറ്റയുടെ പെർഫ്യൂമിൻ്റെ ഒരു കോംബോ ഉണ്ട്, അത് നമുക്ക് ഇനി ഇത് പറയാം. അങ്ങനെ നമ്മുടെ ഇതും കഴിഞ്ഞ കേസ്. സോ നമുക്ക് നെക്സ്റ്റ് നമുക്ക് വേറെ എടുത്ത് ഒരു ഫ്രെയിമാണ്. ഫ്രെയിം മീൻസ് ഒരു ഫോട്ടോ കലണ്ടർ ഫ്രെയിം. ഇത് ഞാൻ ഒരു ഇൻസ്റ്റഗ്രാം പേജ് വഴി എടുത്തതാണ്. ഇനി ഇത് പുതിയ അങ്ങനെ ഇതും കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പേഴ്സ് ഉണ്ട്. ഇത് ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജ് വഴി വാങ്ങിയതാട്ടോ. കാണുന്നുണ്ടോ? ഇത് അതുൽ നാട്ടോ എഴുതിയത്. ഇത് സെൽഫി ക്യാമറ ആയതുകൊണ്ട് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. ഫോട്ടോ കാണുന്നുണ്ടോ? ഇത് പുതിയ ആക്ച്വലി ഇത് കുറച്ച് ഈ ഹാർട്ട് കളർ പോയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ അത് മേടിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 മാസത്തേറെ ആയിട്ടുണ്ടാവും, 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും. കാരണം എപ്പോഴോ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ വാങ്ങി വെക്കൽ. സോ സാരല്ലേ, നോക്കാം.
ഇനിയൊരു ഫോൺ കേസാണ്. ആക്ച്വലി ഞാൻ ഇതൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ കളർ ഇതായിരുന്നില്ല ചൂസ് ചെയ്തത്, ഒരു ഡാർക്ക് റെഡ് കളറായിരുന്നു ഞാൻ ചൂസ് ചെയ്തത്. പക്ഷെ അവർ വന്നപ്പം എന്താ ഞാൻ ഓർഡർ ചെയ്തു കേട്ടോ. ഞാൻ ഇത് ഓർഡർ ചെയ്തു ഇതാട്ടോ. കളർ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഡാർക്ക് റെഡായിരുന്നു കളർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇൻസ്റ്റഗ്രാം പേജ് വഴിയായിരുന്നു ഓർഡർ ചെയ്ത്. ഞാൻ 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോയപ്പം ഏട്ടൻ പുതിയ ഫോൺ കേസ് മേടിച്ചിരിക്കുന്നു. അതും ഞാൻ ഓർഡർ ചെയ്ത സെയിം കളർ. ഞാൻ സത്യം പറഞ്ഞാൽ ഏട്ടൻ എന്ത് വാങ്ങിയാലും ഞാൻ അങ്ങനെ ചോദിക്കാറില്ല, എപ്പോൾ വാങ്ങിച്ചാൽ എന്താ എന്നോട് അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ചോദിക്കാറില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ ഞാൻ ആകെ ബോധം പോയി എനിക്ക്. അയ്യോ, ഞാൻ ഓർഡർ ചെയ്ത അതും സെയിം കളർ. കാരണം ഏട്ടൻ്റെ ഫോൺ കേസ് ആകെ മേടിക്കാനായിട്ടുണ്ടായിരുന്നു പുതിയത്. സോ അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ഇത് സെലക്ട് ചെയ്തത്. സോ ഏട്ടൻ പുതിയ മേടിച്ചതെങ്കിൽ ഞാനിത് വാങ്ങില്ലായിരുന്നു, ഇതിന് പകരം വേറെ എന്തെങ്കിലും മേടിക്കായിരുന്നു. സോ അതും ഞാൻ ഓർഡർ ചെയ്ത് സെയിം കളർ ഏട്ടൻ പുതിയത് മേടിച്ചിട്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. പക്ഷേ ഞാനത് കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പം പെരിന്തൽമണ്ണ എത്തിയപ്പം സാധനം വന്നു. ഞാൻ നോക്കുമ്പം വന്ന കളറാണിത്. പക്ഷെ അവർക്ക് കുറേ മെസ്സേജ് അയച്ചു കേട്ടോ. അതൊന്ന് റിട്ടേൺ അടിക്കാനോ വേറെ എന്തെങ്കിലും എക്സ്ചേഞ്ച് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചു നോക്കിയപ്പോൾ അവർ റിപ്ലൈ തരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും മറ്റേ കളർ എന്തായാലും ഏട്ടൻ എടുത്തു. സോ എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ഈ കളർ ആയിക്കോട്ടെ എന്ന് കരുതി പിന്നെ ഞാൻ മിണ്ടാണ്ടിരുന്നു. സോ നമുക്കിത് പാക്ക് ചെയ്യാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എൻ്റെ ഗിഫ്റ്റ് റാപ്പ് ചെയ്യാനുള്ള കഴിവിനെ പറ്റി. ആരും എന്നെ അപ്രിഷ്യേറ്റ് ഒന്നും ചെയ്യാത്ത, ബിക്കോസ് എനിക്കതൊന്നും ഇഷ്ടമില്ല. താങ്ക് യു ആൻഡ് മോസ്റ്റ് വെൽക്കം. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നാണല്ലോ. നമുക്ക് ഈ ഫ്രണ്ട് മൂടി മാത്രം നോക്കാം, ബാക്കിലോട്ട് നമ്മൾ നോക്കാനേ പാടില്ല. ഓക്കെ, നമുക്ക് ഒരു വാച്ച് ഉണ്ട്. കഴിഞ്ഞു. ഇനി നമുക്ക് വൈറ്റ് ഹെഡ്സ് ആൻഡ് ബ്ലാക്ക് ഹെഡ്സിൻ്റെ റിമൂവൽ, ഒരു ഫേഷ്യൽ മാസ്ക് ഉണ്ട്, ഒരു പീൽ ഓഫ് മാസ്ക്. ആക്ച്വലി നമ്മൾ നമ്മുടെ ഹസ്ബൻഡ്സിനൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ മേടിച്ച് കൊടുക്കുമ്പം മാക്സിമം നമുക്കും കൂടെ പറ്റുന്ന സാധനങ്ങൾ മേടിക്കാൻ നോക്കുക. വാഴ നനയുമ്പോൾ കൊടുത്തുകൂടെ ചീരയുടെ നനയാലോ. അപ്പം നമുക്ക് ഇത് മതിയാവും. ആക്ച്വലി എനിക്കൊരു അബദ്ധം പറ്റി, റിബണ് കഴിഞ്ഞു പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? റിബണ് കഴിഞ്ഞു പോയി. അതിനി ഇതേ ബാക്കിയുള്ളൂ. നമ്മുടെ ഇതിന് പൊതിയാനില്ല, കുഞ്ഞൊരു സാധനത്തിന് പൊതിയാനുണ്ടാവും. ഇത് നമുക്കുള്ളത് ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനുമാണ്. അതോടെ കഴിഞ്ഞാൽ നമ്മളത് ഖത്തം. കഴിഞ്ഞിട്ടില്ല. പിന്നെ നമുക്കൊരു RC കാറുണ്ട്, ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഒരു മിനി കൂപ്പറിൻ്റെ ഒരു RC കാറിൻ്റെ ഒരു ഫ്രെയിം മേടിച്ചു. ആക്ച്വലി ഞാൻ ഇതല്ല മേടിക്കാൻ നിന്നിരുന്നത്. ഇപ്പോൾ ഒരു കുറേ ഉണ്ടല്ലോ, ഒരു വുഡൻ ബ്ലോക്കിനകത്ത് കുറേ ഡൈക്കാഴ്സ് വെച്ചിട്ടുള്ള LED ലൈറ്റൊക്കെ വെച്ചിട്ടുള്ളത്. സോ ഞാൻ അതാണ് ആക്ച്വലി ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂ. കൊള്ളാവോ? മിനി കൂപ്പറിൻ്റെ കേട്ടോ. സോ എനിക്ക് ആ അക്കൗണ്ടിൽ നിന്ന് മേടിക്കാനൊരു ട്രസ്റ്റ് ഇഷ്യൂ. കാരണം ഒത്തിരി കാശുണ്ട്. അപ്പോൾ നമുക്കത് സേഫ് ആണോ എന്നറിയില്ല. അപ്പോൾ ഞാനൊരു മലയാളി അക്കൗണ്ട് കണ്ടു, ഒരു ഇൻസ്റ്റാ പേജ് കണ്ടു, ഇതിൻ്റെ ഒരു അക്കൗണ്ട് കണ്ടു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു അങ്ങനത്തെ ഉണ്ട് ചോദിച്ചപ്പോൾ അങ്ങനത്തെ ഇല്ല എന്ന് പറഞ്ഞു. സോ ഇതെങ്കിൽ അങ്ങനെ വിചാരിച്ച് ഞാൻ ഇത് മേടിച്ചു. ഇത് ഞാൻ വെക്കാൻ പോകുന്നത്, ഇത് ഞാൻ പൊതിയുന്നില്ല, ഞാൻ ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ട്. സോ ഇതിനകത്ത് കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് ഡെക്കറേറ്റഡ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതിനകത്ത് വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഈ ബോക്സ് പൊതിയുന്നില്ല. സോ അതിനകത്ത് നമുക്ക് റിബൺ വേണ്ട. ഇനി നമുക്ക് ബാക്കി പൊതിയാൻ റിബൺ ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? ഇനി ഞാനിതെല്ലാം സെറ്റാക്കിയിട്ട് ലാസ്റ്റ് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ റാപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം.
ഇനി നമ്മുടെ റാപ്പിങ് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതെല്ലാം എടുത്ത് വയ്ക്കട്ടെ. ഇനിയിപ്പോൾ മറ്റന്നാൾ പോവും, നാട്ടിൽ പോവും. അപ്പോൾ ബാക്കി പരിപാടികളും കാര്യങ്ങളും ബർത്ത്ഡേയുടെ വ്ളോഗായിട്ട് തന്നെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഒറ്റ വീഡിയോ ആയിട്ടാണ് ഇടുക, അതോ ബർത്ത്ഡേ വ്ളോഗും കൂടെ മിക്സ് ആയിട്ടാണ് ഞാൻ ഇടുകയെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും